ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് സ്കന്ദഗുപ്തൻ്റെ ഭരണകാലം എന്നത്. അതിന് കാരണമായി പറയുന്നത് സ്കന്ദഗുപ്തൻ ഹൂണരുടെ ആക്രമണങ്ങളെ തടഞ്ഞു എന്നതുകൊണ്ടും ഇന്ത്യയുടെ നിലനിൽപ്പ് സംരക്ഷിച്ചു എന്നതുകൊണ്ടുമാണ്. അങ്ങനെയെങ്കിൽ ഹൂണർ എന്ന വംശം എന്താണ്? അവരുടെ ചരിത്രം, ആക്രമണങ്ങൾ, ഭരണമേഖലകൾ തുടങ്ങി നിർണായകമായ അനവധി ചരിത്ര തേടലുകൾ ലോകത്തിൽ നടന്നിട്ടുമുണ്ടാവും. നമുക്കറിയാം, പ്രാചീന കാലത്ത് മധ്യേഷ്യയിലൊക്കെ ഒട്ടനവധി ഗോത്രവിഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അവരൊരു രാഷ്ട്രീയ ശക്തിയായി തീർന്ന് ലോക ഭൂപടത്തിൻ്റെ തന്നെ ഗതി മാറ്റി എഴുതിയ ചരിത്രങ്ങൾ നമുക്ക് കാണാനാവും. അത്തരത്തിലൊരു വംശം തന്നെയാണ് ഹൂണരും. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും മേഖലകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആക്രമണത്തിൻ്റെയും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളുടെയും ചരിത്രകഥകൾ പറയുന്ന ഒരു വിഭാഗം കൂടിയാണ് ഹൂണരുടേത്. വംശമെന്ന നിലയിൽ അങ്ങേയറ്റം ധീരരും ഊർജ്ജസ്വലരും ഒന്നിനെയും ഭയക്കാത്തതുമായ പ്രകൃതമുള്ള ഇവർ നാടോടി സ്വഭാവമുള്ള, കൃത്യമായ മതിലുകൾ സുരക്ഷ നൽകിയ നഗരങ്ങളോ കൃത്യമായ വാസസ്ഥലങ്ങളോ സൃഷ്ടിക്കാതെ ദേശങ്ങൾ തേടി നടന്നവർ കൂടിയായിരുന്നു. ആ വംശത്തിൻ്റെ വളർച്ചയിൽ സൈനിക ശേഷി വർദ്ധിച്ചതോടെ പിന്നീട് ലോകം കണ്ടത് രാജകീയ സ്വഭാവത്തിൻ്റെയും കടുത്ത ആക്രമണങ്ങളുടെയും ചരിത്രം കൂടിയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയാവുന്നത് BC 2-ാം നൂറ്റാണ്ട് കാലത്ത് ചൈനീസ് മേഖലകളിലേക്ക് ഇത്തരം ഗോത്രവിഭാഗങ്ങളുടെ കടന്നുകയറ്റവും ആക്രമണങ്ങളും തടയാനായി സൃഷ്ടിച്ച ചൈനയിലെ വൻമതിലിലൂടെയാണ്. ചൈനയിലെ വൻമതിൽ ഹൂണർക്ക് ഒരു വലിയ പ്രതിബന്ധമായി മാറിയതോടെ ഇതിലൊരു വിഭാഗം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് സഞ്ചാരം ആരംഭിച്ചു. അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ പതനത്തിനും കാരണമായി മാറുകയാണ്. അത്തരത്തിൽ ചൈനയിലെ വൻമതിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അപ്രതീക്ഷിത പതനത്തിന് കൂടി കാരണമാണ് എന്ന നിലയിലുള്ള ചരിത്ര നിരീക്ഷണങ്ങൾ പോലും നമുക്ക് കാണാം. ഏതായാലും ഏഷ്യ യൂറോപ്പ് മേഖലയിൽ ഭീതി പടർത്തിയ, ഒന്നിനെയും ഭയക്കാതിരുന്ന, ആക്രമിക്കുന്ന മേഖലകൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്ന ആ ഗോത്രവിഭാഗങ്ങൾ പല മേഖലയിലും രാജ്യങ്ങൾ തന്നെ കെട്ടിപ്പടുക്കുകയുമുണ്ടായി. പലയിടത്തും സംസ്കാരങ്ങൾ പോലും നശിപ്പിക്കുകയുമുണ്ടായി. അവർ ഇന്ത്യയിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. ഹൂണരുടെ ചരിത്രം അതിവിശാലമെന്നിരിക്കെ ഈ വീഡിയോയിലൂടെ ഹൂണരുടെ ഇന്ത്യൻ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റത്തെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഗോത്ര നാടോടി വിഭാഗങ്ങളായിരുന്ന ഹൂണർ ചൈനയുടെ അതിർത്തി മേഖലകളിൽ BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ നിർണായകമായ സാന്നിധ്യമായി നിലനിന്നിരുന്നു എന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൂണരുടെയും അതുപോലെയുള്ള ഗോത്രങ്ങളുടെയും ഏറ്റവും വലിയ എതിരാളിയായി നിലകൊണ്ടതും ചൈനീസ് സാമ്രാജ്യങ്ങളാണ്. ഇവർ തമ്മിൽ നിരന്തരമായ പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരുന്നു. BC 120 കാലത്തുണ്ടായ യുദ്ധങ്ങളിൽ ഹൂണരെ തകർത്ത് തരിപ്പണമാക്കിയ ചൈനീസ് 90,000 ഹൂണരെ പിടികൂടുകയോ വധിക്കുകയോ ഒക്കെ ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചൈനീസ് മേഖലയിൽ ഹൂണർക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിലും ഹൂണരുടെ സാമ്രാജ്യവും ചൈനീസ് മേഖലകളും നിരന്തരമായി പോരടിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു കാലം ചൈനയിലെ വൻമതിലൊക്കെ നിരന്തരം യുദ്ധക്കളമായി നിലകൊണ്ടു. പലപ്പോഴും ചൈനീസ് സൈന്യങ്ങൾ ഹുന്നിഷ് മേഖലയിലേക്ക് കടന്നു കയറി ആക്രമണങ്ങൾ നടത്താനും ആരംഭിച്ചു. ചൈനീസ് ആക്രമണങ്ങൾക്കൊപ്പം തന്നെ ഭക്ഷ്യക്ഷാമമായും മറ്റുമൊക്കെ പ്രകൃതിയും ഹൂണരെ ആക്രമിച്ചതോടെ ഇവർ ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നു. വലിയ ആൾനാശവും ശക്തിക്കുണ്ടായ കോട്ടവും ഒപ്പം ആഭ്യന്തരമായി തന്നെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിലൂടെയൊക്കെ ഈ മേഖലകൾക്ക് തന്നെ പല നായകരായി മാറുന്ന അവസ്ഥയാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നോണമാണ് ഹുണ വിഭാഗത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്കുള്ള സഞ്ചാരം കൂടുതൽ വർദ്ധിക്കുന്നത്. ഇത്തരത്തിൽ മുന്നേറിയവരിൽ ഒരു വിഭാഗം വോൾഗ നദിയുടെ മേഖലകളിലേക്കും മറ്റൊന്ന് ഓക്സസ് നദിയുടെ മേഖലകളിലേക്കുമാണ് സഞ്ചരിച്ചത്. ഓക്സസ് നദി എന്നത് ആധുനിക കാലത്തെ അമൂധരയാണ്. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നിർണായകമായ ഒരു ചരിത്രകാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന നദി കൂടിയാണിത്. വോൾഗ മേഖലയിലേക്കൊക്കെ എത്തിയ ഹുണ ഗോത്രങ്ങൾ AD 400ഓടെയൊക്കെ റോമൻ മേഖലകളുടെ പല ഏരിയകളും കീഴടക്കുന്നുണ്ട്. ഉൽഡസ് അല്ലെങ്കിൽ ഉൽദിൻ എന്നുപേരായ ഒരു രാജാവിന് കീഴിൽ സദേൺ റഷ്യൻ മേഖലകളടക്കം കീഴടക്കി വലിയ ശക്തിയാവുകയും ചെയ്തു. അതോടെ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ മേഖലകൾക്കും ഭീഷണി ശക്തമായി തുടങ്ങി. തുടർന്നാണ് ഭരണമേഖലയിലേക്ക് ആറ്റില ഒക്കെ വരുന്നതും ഹുണാശക്തി ഇറ്റലി അടക്കം ആക്രമിക്കുന്നതുമൊക്കെ. ഏതായാലും അറ്റ്ലയുടെ മരണത്തിന് ശേഷം ഈ വിഭാഗം ഹൂണരുടെ ചരിത്രവും അവിടെ പതിയെ അവസാനിക്കുകയാണ്.
നേരത്തെ പറഞ്ഞ ഓക്സസ് നദീമേഖലയിലേക്ക് എത്തിയ ഹുണർക്ക് പേർഷ്യയുടെയും ഇന്ത്യക്കുമൊക്കെയാണ് അപകടമായി മാറുന്നത്. ഇവരെ വൈറ്റ് ഹുൺസ് എന്നും പൊതുവെ വിളിക്കാറുണ്ട്. ഈ ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാൻ, ബാക്ട്രിയ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ മേഖലയിൽ കുഷാന സാമ്രാജ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും രാജാവായിരുന്ന വാസുദേവന് ശേഷം കുഷാന സാമ്രാജ്യത്തിന് ശക്തി പാടെ നഷ്ടപ്പെട്ടിരുന്നു. പല വിഭാഗങ്ങളായി അവർ അവരവരുടെ മേഖലകൾ ഭരിച്ചു പോന്നു എന്ന് മാത്രം. ഇന്ത്യൻ മേഖലകളിൽ ഏറെക്കുറെ പഞ്ചാബ് മേഖലകളും അതിൻ്റെ ഉത്തര പടിഞ്ഞാറ് ഭാഗത്തായി ഗാന്ധാര പ്രദേശവും കുഷാന രാജ്യത്തിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്നു. ഇവിടേക്കെത്തുന്ന ഹൂണർ അവരുടെ ആക്രമണങ്ങൾ കൂടുതലായും നടത്തുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിന് എതിരെയാണ്. ആദ്യകാലങ്ങളിൽ ഹൂണരുടെ നായകനടക്കം കൊല്ലപ്പെടുന്ന രീതിയിൽ വലിയ തിരിച്ചടികളും ഹൂണർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പിന്നീട് ബാക്ട്രിയ കേന്ദ്രമാക്കിക്കൊണ്ട് ഹൂണർ അവരുടെ മുന്നേറ്റങ്ങൾ തുടർന്നു. പേർഷ്യൻ മേഖലയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന സമയത്താണ് മറ്റ് മേഖലകളെക്കുറിച്ച് ഹൂണർ ചിന്തിക്കുന്നത്. AD 420 മുതൽ ഹൂണർ പേർഷ്യൻ മേഖലകളുമായി പോരടിക്കുന്നത് കാണാം. പലതവണ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാവുന്ന പോരാട്ടങ്ങളാണ് ഇവയൊക്കെ തന്നെ. AD 453 താൽക്കാലികമായൊരു സമാധാന സന്ധി പേർഷ്യയുമായി ഹൂണർ നടപ്പിൽ വരുത്തുന്നതും കാണാം. അതോടെ പേർഷ്യൻ മേഖലകളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ അവസാനിക്കുകയും ഇന്ത്യൻ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ചില ചൈനീസ് രേഖപ്പെടുത്തലുകൾ പ്രകാരം ഗാന്ധാര മേഖലകൾ ഹൂണരുടെ നിയന്ത്രണത്തിലാവുന്നത് AD 455 കാലത്തൊക്കെയാണ്. അതോടെയാണ് ഹൂണരുടെ ഇന്ത്യൻ ആക്രമണത്തിൻ്റെ നിർണായകമായ ചരിത്രവും ആരംഭിക്കുന്നത്. ഇന്ത്യൻ മേഖലകളിലേക്ക് മുന്നേറുന്നതിനും അതിവിശാലമായ സിന്ധു നദി മുറിച്ചു കടക്കുന്നതിനുമൊക്കെ അതോടെ തുടക്കമിടുകയാണ്. അത്തരമൊരു ദുർഘടഘട്ടത്തിൽ അതിനെ തടയാനായി നിലകൊള്ളുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാനത്തെ ഏറ്റവും ശക്തനായ ചക്രവർത്തിയായിരുന്ന സ്കന്ദഗുപ്തനുമാണ്. ഇതേസമയം പുഷ്യമിത്രരുടെ അധിനിവേശത്തെ തടഞ്ഞു നിർത്തി ഒരു പരിധിവരെ തളർന്ന അവസ്ഥയിലുമാണ് അടുത്ത എതിരാളിയെ നേരിടാനായി സ്കന്ദഗുപ്തനും സൈന്യവും ഇറങ്ങി പുറപ്പെടുന്നത്. എന്നാൽ ലഭ്യമായ ചരിത്ര രേഖപ്പെടുത്തലുകളിലെല്ലാം തന്നെ അതിശക്തനായ നായകനും കഴിവുറ്റ കമാൻഡറുമായാണ് സ്കന്ദഗുപ്തനെ വിശേഷിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഹൂണരെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ സ്കന്ദഗുപ്തൻ ഈ യുദ്ധത്തിൽ വിജയിക്കുകയുണ്ടായി. പിന്നീട് ചുരുങ്ങിയത് 50 വർഷത്തോളം കാലമെങ്കിലും ഇന്ത്യൻ മേഖലകളിലേക്ക് കടന്നു വരാൻ പോലും ഹൂണർ ശ്രമിക്കുകയുണ്ടായില്ല. അങ്ങനെയെങ്കിൽ അത്രയും വലിയൊരു യുദ്ധപരാജയമായിരിക്കാം അവർക്കവിടെ നേരിടേണ്ടി വന്നത്. വിദേശ മേഖലയിൽ നിന്ന് വന്ന വലിയൊരു ആക്രമണവും തിരിച്ചടിയും ഉൾപ്പെടെയുള്ള യുദ്ധമായിരുന്നിട്ട് കൂടി ഇതിനെപ്പറ്റി വിശദമായ രേഖപ്പെടുത്തലുകൾ ചരിത്രത്തിലില്ല എന്നതും സങ്കടകരമാണ്. സ്കന്ദഗുപ്തൻ്റെ യുദ്ധവിജയങ്ങളുമായി ബന്ധപ്പെട്ട പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ ഏതായാലും ഹൂണരുടെ പരാജയം പ്രതിപാദിക്കുന്നുണ്ട്. ബിദാരി ഇൻസ്ക്രിപ്ഷനിൽ പറയാത്തത് കൊണ്ട് തന്നെ ഈ വലിയ യുദ്ധം നടന്നിരിക്കുന്നത് AD 458 ശേഷമാണ്. ഏതായാലും പിന്നീട് വർഷങ്ങളോളം ഹൂണരുടെ ആക്രമണം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അത് വലിയൊരു പരാജയമായിരുന്നു എന്നും അനുമാനിക്കാം. മുൻകാല ഗുപ്ത രാജാക്കന്മാരുടെ കാലത്തും ഹൂണർ ഒരു ശക്തിയായി അതിർത്തി മേഖലകളിൽ ഉണ്ടെങ്കിലും അവർ ആക്രമണത്തിന് മുതിർന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശക്തിയെ വെളിവാക്കുന്ന ഘടകമായും അതിനെ പരിഗണിക്കാം. പുഷ്യമിത്രരുമായുള്ള യുദ്ധവും ആഭ്യന്തര പ്രശ്നങ്ങളും ഉടലെടുത്തപ്പോൾ ഇതാണ് വിജയിക്കാൻ സാധ്യതയുള്ള സമയം എന്ന നിലയിലുള്ള ആക്രമണമായും വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. ഏതായാലും പിന്നീടുള്ള കാലത്ത് ഹൂണർ പല ഗ്രൂപ്പുകളെ ചേർത്ത് പേർഷ്യൻ മേഖലകളെ ആക്രമിക്കുകയും കൊള്ള നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. AD 483 പെറോസ് ഒന്നാമനെ ഹുൻസ് പരാജയപ്പെടുത്തുകയും കിഴക്കൻ പേർഷ്യൻ മേഖല വലിയ തോതിൽ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തു. ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരത തകർത്ത് കളയുന്നതിന് വലിയൊരു കാരണവുമായിരുന്നു. ബാൾക്ക് മേഖലയും സമീപദേശങ്ങളുമൊക്കെ ഹൂണരുടെ നിയന്ത്രണത്തിൽ വരുന്നതിനും കാരണമായി. ഈ ഒരു കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. കാരണം AD 480 എന്നത് നിർണായക ശക്തിയായി നിലകൊണ്ടിരുന്ന ഗുപ്ത സാമ്രാജ്യത്തിൽ കഴിവുറ്റ ചക്രവർത്തിമാർ ഇല്ലാതെ സാമ്രാജ്യം തകർന്നു തുടങ്ങുന്ന സമയം കൂടിയാണ്. സ്കന്ദഗുപ്തൻ എന്ന ശക്തന് കീഴിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലനിന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ശേഷം അതിർത്തി മേഖലകൾ ഒന്നൊന്നായി സ്വതന്ത്ര സ്വഭാവം കാണിക്കുന്ന അവസ്ഥ ഗുപ്ത സാമ്രാജ്യത്തിൽ വന്നു ചേർന്നു. AD 467 സ്കന്ദഗുപ്തൻ്റെ മരണശേഷം സാമ്രാജ്യമൊക്കെ നിലനിന്നെങ്കിൽ പോലും പതനവും ആരംഭിച്ചു, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ. സ്കന്ദഗുപ്തൻ്റെ പിൻഗാമികളായി വന്ന പുരുഗുപ്ത, കുമാരഗുപ്ത രണ്ടാമൻ എന്നിവർക്കൊക്കെ ചെറിയ ഭരണകാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് AD 476
പുരുഗുപ്തയുടെ മകനായ ബുദ്ധഗുപ്ത അധികാരത്തിലേറി. സെൻട്രലി ഒരു നായകനുണ്ട് എന്ന നിലയിൽ സാമ്രാജ്യം പലയിടത്തും ശക്തമായി തന്നെ നിലനിന്നു. എങ്കിലും AD 483 ഫെറോസിനെയൊക്കെ തകർത്ത ഹൂണർ ഗുപ്തരുടെ പടിഞ്ഞാറൻ മേഖലയിൽ വ്യാപകമായ റെയ്ഡുകളും മറ്റും ആരംഭിച്ചു. ബുദ്ധഗുപ്തൻ 20 വർഷം നീണ്ട ഭരണത്തിനൊടുവിൽ AD 496 മരണപ്പെട്ടു. അതോടെ ഹൂണർ കൂടുതലായി ഈ മേഖലകളിലേക്ക് മുന്നേറാനും ആരംഭിച്ചു. ഈ സമയം ഹൂണരുടെ നായകനായി ടോറമന എന്ന രാജാവും നിലകൊള്ളുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ വന്നു ചേർന്നു. ഈ ഒരു കാലം എന്നത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃത ശക്തി തകരുന്ന സമയം കൂടിയാണെന്ന് ഓർക്കുക. അപ്രകാരം ഹൂണരുടെ മുന്നേറ്റത്തിൽ അവർ കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും മേഖലകളടക്കം പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സമയം മാൽവയുടെ നായകനായി ഉണ്ടായിരുന്ന ഭാനുഗുപ്ത ടൊറമനയെ നേരിട്ടതായി കാണാം. ഇതേ സമയം ഗുപ്ത ചക്രവർത്തിയായി ഉണ്ടായിരുന്നത് നരസിംഹഗുപ്തയുമാണ്. അതിശക്തമായി മുന്നേറിയിരുന്ന ടോറമനയ്ക്ക് എന്നാൽ തൻ്റെ അപ്രമാദിത്യമൊന്നും തുടരാനുമായില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് തിരിച്ചടികൾ ലഭിക്കുകയും കീഴടക്കിയ ഇന്ത്യൻ മേഖലകളിൽ മിക്കതും നഷ്ടപ്പെടുകയുമുണ്ടായി. ടോറമനയെ പിന്തുടർന്ന് അധികാരത്തിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന മിഹിരാഗുലയാണ്. AD 515 ഇദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത്. അച്ഛനെ പോലെ തന്നെ ശക്തനും ദേശങ്ങൾ കീഴടക്കാനും ആഗ്രഹിച്ചിരുന്ന മിഹിരാഗുലയും തൻ്റെ ആക്രമണ സ്വഭാവം തുടർന്നു പോന്നു. ഇന്ത്യൻ ദേശങ്ങളിലേക്ക് അദ്ദേഹം വരികയും കടന്നാക്രമണം നടത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ രാജ്യ തലസ്ഥാനം സിയാൽകോട്ട് ആയിരുന്നു എന്നും ഓർക്കുക. മിഹിരാഗുല ഗുപ്ത സാമ്രാജ്യത്തെ കടന്നാക്രമിക്കുകയും സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ഒക്കെ ഉണ്ടായി. നരസിംഹഗുപ്തയ്ക്ക് മിഹിരാഗുലയ്ക്ക് കപ്പം കൊടുക്കേണ്ട അവസ്ഥയും വന്നു ചേർന്നതായി പറയുന്നുണ്ട്. അതുപോലെ ചൈനീസ് സഞ്ചാരിയുടെ എഴുത്ത് പ്രകാരം നരസിംഹഗുപ്തയ്ക്ക് പിടിച്ചു നിൽക്കാനാവാതെ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നതായും പറയുന്നുണ്ട്. എങ്കിലും മിഹിരാഗുലയുടെ മുന്നേറ്റങ്ങളും താൽക്കാലികം മാത്രമായിരുന്നു. അദ്ദേഹത്തിനും പിന്നീട് തിരിച്ചടികൾ ലഭിച്ചെന്നും നരസിംഹഗുപ്ത തന്നെ പരാജയപ്പെടുത്തിയെന്നും മാൽവയിലെ യശോധർമ്മനും പരാജയപ്പെടുത്തി എന്നൊക്കെ കാണാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ സാമ്രാജ്യം കാശ്മീർ മേഖലകൾ, ഗാന്ധാര, സിന്ധു നദിയുടെ ചില സമീപ പ്രദേശങ്ങൾ എന്നിവ മാത്രമായി ഒതുങ്ങി എന്നുകൂടി പറയാം. മറ്റുള്ള പലയിടത്തേക്ക് മുന്നേറിയെങ്കിൽ പോലും സ്ഥിരമായ സ്വാധീനം സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നീടുള്ള കാലത്തും പലതവണയായി ഹൂണരുടെ ഇന്ത്യൻ ആക്രമണങ്ങൾ ഗുപ്ത മേഖലയിലേക്ക് അഥവാ ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതിനെയൊക്കെ തടയാൻ നിലകൊള്ളേണ്ടി വന്നിട്ടുള്ള ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ഒരു കാരണമായും ഈ ഹൂണരുടെ ആക്രമണങ്ങളെ വിലയിരുത്താം. ചരിത്ര വിശകലനം നടത്തുമ്പോൾ ഒന്നിനെയും ഭയക്കാത്ത, നിരന്തരം പോരടിക്കുന്ന, ആക്രമിക്കുന്ന പ്രദേശങ്ങളും ജനതയെയും ഒക്കെ ഇല്ലാതാക്കിയിരുന്ന ഹൂണർ എന്ന ഗോത്ര നാടോടി വിഭാഗം ഏഷ്യൻ, യൂറോപ്യൻ മേഖലകളിൽ ഒട്ടനവധി നിർണായക യുദ്ധങ്ങൾ ജയിച്ചതായും പ്രദേശങ്ങൾ തേടിപ്പിടിച്ച് ഭരിച്ചതായും ഒക്കെ കാണാം. പക്ഷെ അപ്പോഴും അവരുടെ ഇന്ത്യയിലെ വിജയം എന്നത് വലിയ ദേശങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിലോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വിജയമായോ കണക്കാക്കാൻ സാധിക്കില്ല. ഹൂണരുടെ അപകടകരമായ മുന്നേറ്റങ്ങളെ തടഞ്ഞതിലും ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക നിലനിൽപ്പിനെയും അടയാളങ്ങളെയും സംരക്ഷിക്കുന്നതിൽ മുഖ്യസ്ഥാനം സ്കന്ദഗുപ്തന് തന്നെ നൽകേണ്ടതുണ്ട്. പിൽക്കാലത്ത് ടൊറമനയായാലും മിഹിരാഗുലയായാലും അവർ നടത്തിയ ആക്രമണങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്രയും വലുതാണോ എന്നതും ചരിത്ര വിശകലനങ്ങളിൽ സംശയമാണ്. ബാൾക്ക് മേഖല കേന്ദ്രമാക്കിയുള്ള വലിയ ഹുന്നിഷ് ശക്തി എത്രയോളം പിന്തുണ ഇവർക്ക് നൽകിയിരുന്നു എന്നതും സംശയമാണ്. അതുകൊണ്ട് തന്നെ ആവണം ഇന്ത്യയിലെ വിജയങ്ങൾക്ക് അത്ര ശക്തി ഇല്ലാതായതും ആ പിടിച്ചെടുക്കലുകൾക്ക് സ്ഥിരത ഇല്ലാതിരിക്കാനുള്ള കാരണവും.